ഛത്തീസ്ഗഡിലെ ചന്ദുകുറി എന്ന ഗ്രാമത്തിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. കോസല രാജാക്കന്മാരുടെ രാജ്യത്തേക്ക്. ഇതിഹാസ രാമായണത്തിലെ പ്രധാന കഥാപാത്രമായ കൗസല്യ ജനിച്ചത് ഇവിടെയാണെന്ന് പറയപ്പെടുന്നു. അയോധ്യയുടെ രാജാവായിരുന്ന ദശരഥന്റെ 3 ഭാര്യമാരിൽ ആദ്യത്തെ പത്നിയായിരുന്നു കൗസല്യ. ഈ രാജ്യത്തെ രാജാവിന്റെ മകൾ. കൗസല്യയുടെ പുത്രനാണ് ശ്രീരാമൻ. ദക്ഷിണ കോസലം എന്ന ഈ സ്ഥലം ഛത്തീസ്ഗഡിലെ റായ്പൂരിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. മധ്യ ഇന്ത്യയിലെ ഒരു ചരിത്ര പ്രദേശമാണിത്. ഇന്നത്തെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളും പടിഞ്ഞാറൻ ഒഡീഷയിലെ ചില ഭാഗങ്ങളും ചേർന്നതാണ് പഴയ ദക്ഷിണ കോസലം. പുരാതന ഇന്ത്യൻ സാഹിത്യത്തിലും ഇതിഹാസ രാമായണം, മഹാഭാരതം എന്നിവയിലും ദക്ഷിണ കോസലത്തെക്കുറിച്ച് ധാരാളം പരാമർശങ്ങളുണ്ട്. സൂര്യവംശി ഇക്ഷ്വാകു രാജവംശത്തിലെ രാജാക്കന്മാർ അയോധ്യ തലസ്ഥാനമാക്കി കോസലം ഭരിച്ചു. ഈ രാജവംശത്തിലെ ദശരഥൻ വിവാഹം കഴിച്ചത് ഈ തെക്കൻ കോസലത്തിലെ കൗസല്യയെയാണ്, ദശരഥന്റെ ആദ്യ ഭാര്യ. കൗസല്യയിൽ നിന്നും ജനിച്ച ശ്രീരാമൻ ശേഷം രാജ്യം 2 പുത്രന്മാരായ ലവനും കുശനുമായി ഭാഗിക്കപ്പെട്ടു. അതിൽ കുശന് ലഭിച്ചത് ഈ തെക്കൻ കുശലമാണ്. കുശൻ പിന്നീട് വിന്ധ്യപർവ്വത നിരക്കടുത്തുള്ള കുശവൃത നദിക്കരയിൽ തന്റെ പുതിയ തലസ്ഥാനമായ കുശസ്ഥലീപുര സ്ഥാപിച്ചു. ഇന്നത്തെ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ ബിലാസ്പൂർ ജില്ലയിലെ മൽഹാറിനടുത്താണ് കുശസ്ഥലീപുര. ത്രേതായുഗത്തിലെ കാര്യങ്ങളാണ്, സംഭവങ്ങളാണ് ഇതൊക്കെ. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കപ്പുറത്തെ കാര്യങ്ങൾ. പുരാണങ്ങളെ പ്രതിപാദിക്കുന്ന ത്രേതായുഗം കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ ജനിച്ച ദ്വാപരയുഗവും കഴിഞ്ഞ് ഇപ്പോൾ കലിയുഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രയോ വർഷങ്ങളുടെ ചരിത്രം പേറുന്ന മണ്ണിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നതെന്ന് ഓർക്കണം. ഈ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ത്രേതായുഗത്തിലെ കുതിരക്കുളമ്പടി ഞാൻ കേൾക്കുന്നു. രഥചക്രങ്ങളുടെ ശബ്ദം, ഉയർന്നു പൊങ്ങുന്ന പൊടിപടലങ്ങൾ, ആ ഗന്ധം അനുഭവിക്കുന്നു. ഇന്നും ഈ സ്ഥലങ്ങളിൽ പുരോഗമനം എത്തി നോക്കിയിട്ടില്ല. തനിനാടൻ ഗ്രാമപ്രദേശം, തനിനാടൻ ഗ്രാമീണർ. അങ്ങിങ്ങായി ഒറ്റപ്പെട്ട കെട്ടിടങ്ങളും ചെറിയ കവലകളും രൂപപ്പെട്ടതൊഴിച്ചാൽ വെറും തരിച്ചുപോകും. പ്രത്യേകിച്ച് കൃഷിയിടങ്ങളൊന്നും കാണാനായില്ല. വരണ്ട പ്രദേശം, വരണ്ട പ്രകൃതി. ഇവിടുത്തെ ഓരോ മണൽത്തരികൾക്കും എത്രയോ ചരിത്രങ്ങൾ പറയാനുണ്ടാവും, എത്രയോ അനുഭവങ്ങൾ, രക്തച്ചൊരിച്ചിലിന്റെ കഥകൾ. ജനവാസം നന്നേ കുറവാണ്. കാഴ്ചയിൽ മണ്ണും പാറയും ഇടകലർന്നിരിക്കുന്ന ഭൂമി. ക്രഷർ കമ്പനികൾ ചിലത് വർക്ക് ചെയ്യുന്നുണ്ട്. ചെറിയൊരു പച്ചപ്പ്. ഈ ഇടവഴി കാഴ്ചയ്ക്ക് തെല്ലൊരാശ്വാസം നൽകുന്നുണ്ട്. അമ്പലത്തിന്റെ പേര് കൗസല്യ മാതാ മന്ദിർ. ലോകത്തിൽ ഒരൊറ്റ മന്ദിരേ ഉള്ളത് കൗസല്യയുടെ കൗസല്യ മാതാ മന്ദിർ. ശ്രീരാമന്റെ അമ്മയുടെ അല്ലേ? ഇത് കൗസല്യ ശ്രീരാമനും കൊണ്ടിരിക്കുന്ന പ്രതിഷ്ഠ അവിടെ അങ്ങനെ അറിയോ? അപ്പൊ അതൊരു ഭയങ്കര സംഭവമാണല്ലോ. നമ്മള് ശ്രീരാമേന്ദ്ര ഭവനെ കാണുന്നതിന് മുമ്പ് അമ്മയെ കണ്ടിട്ടാണ് പോണേ. അതൊരു ഭയങ്കര ഇവിടെ ശ്രീരാമേന്ദ്രന്റെ 40 അടി ഹൈറ്റുള്ള ഒരു പ്രതിമയുണ്ട്. വലിയ ആണോ? 40-60 അടി ഹൈറ്റുള്ള ഫ്രണ്ട്. ആദ്യം ഫ്രണ്ടിൽ അതാ കൗസല്യ അമ്പലത്തിലേക്ക് കയറുമ്പോ ആദ്യം കാണിക്കുന്ന മന്ദിരം. കണ്ടിട്ടാണ് മോനെ കാണാൻ പോകുന്നത്. വിശ്വത്തിലെ ഏകമാത്ര ടെമ്പിൾ അതെ അല്ലേ? പോയി കണ്ടോ? ഇല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മയെ വിളിച്ചു പറഞ്ഞു, ഇത്രയും ദൂരം ഇരിക്കാൻ മേലാന്നും പറഞ്ഞിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യാം. അതൊരു ആ ഒരു സമയത്ത് തോന്നിയാല് വരും, അല്ലെങ്കിൽ വേണ്ടാന്ന്. കുറച്ച് ദിവസം നിന്ന് കഴിയുമ്പോ അമ്മയ്ക്ക് പെട്ടെന്ന് നാട്ടിൽ പോണം. വിളിച്ചാലും വരത്തില്ല. ഇവിടെ ഉണ്ടല്ലോ അവര് വരും, 2 മാസം 3 മാസം വരും. ഒരു മാസം കഴിയുമ്പോൾ തുടങ്ങും ബഹളം. അയ്യോ അവിടെ അത് ചെയ്യണം, ഇവിടെ ഇത് ചെയ്യണം, അച്ഛന് മേല. നമുക്ക് എവിടെ പോവാന്ന് പറഞ്ഞാലും വരികയല്ല. പിന്നെ എങ്ങനെയെങ്കിലും അവർ തിരിച്ചു പോകും. പണ്ടോട്ട് അങ്ങനെ 2 മാസം മാക്സിമം നിൽക്കും. പണ്ടൊക്കെ 2, ഇപ്പൊ 2 നിൽക്കില്ല. 1 മാസം കഴിയുമ്പോൾ തുടങ്ങും ബഹളം. മോനെ കാണുന്നതും അമ്മയെ കണ്ടിട്ട് പോകാനായിരുന്നു അല്ലേ?
അയോധ്യയില് നമ്മൾ അയോധ്യക്ക് പോകുമല്ലേ. കാലത്തിന്റെ രഥമുറിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതും ഒരു വിധിയുടെ ഭാഗമാവാം എന്നാണ് ഞാൻ കരുതുന്നത്. നേരെ മുന്നിൽ മാതാ കൗസല്യ ടെമ്പിൾ എന്ന ദിശാബോർഡ് കാണുന്നു. പശുക്കൾ യഥേഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പശുവിനെ പരിപാലിച്ച് കഴിയുന്ന പാവം ഗ്രാമീണർ. റോഡ് കോൺക്രീറ്റ് ചെയ്തു വച്ചിട്ടുണ്ട്. അങ്ങിങ്ങായി ചില കെട്ടിടങ്ങളുടെ നിർമ്മാണം നടക്കുന്നു. നല്ല വീതിയിൽ തന്നെയാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ചു ദൂരെയായി ക്ഷേത്രത്തിന്റെ കമാനം ദൃശ്യമാവുന്നു. ഏതാണ്ട് വില്ലിന്റെ രീതിയിലാണ് കമാനം സൃഷ്ടിച്ചിരിക്കുന്നത്. വാഹനം പാർക്ക് ചെയ്യണം. വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനായി വിശാലമായ സ്ഥലം. രണ്ടു വശങ്ങളിലും ചില കച്ചവടക്കടകൾ കാണുന്നു. ഒന്നിലും കാര്യമായി ഒന്നുമില്ല. ശ്രീരാമന്റെ വലിയൊരു പ്രതിമ കാണാനാവുന്നു. കാര്യമായി എന്തൊക്കെയോ നിർമ്മാണം നടക്കുന്നുണ്ട്. നവരാത്രിയാണ് പ്രധാന വിശേഷമെന്ന് ശിഖയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു തന്നു. ഒരു കമാനം, ശ്രീരാമന്റെ ബൃഹത്തായ പ്രതിമ, കുട്ടികൾ, പത്മത്തിനുള്ളിലെ 2 പാദങ്ങൾ, ബൃഹത്തായ ഒരു ശ്രീരാമ ശില്പം. ക്ഷേത്രത്തിലെ വിശാലമായ കമാനം കടന്ന് ഉള്ളിലെത്തുമ്പോൾ ഒരു തടാകം കാണാനാവുന്നു. തടാകത്തിന് മുകളിലൂടെ ഒരു പാലം. തടാകത്തിനുള്ളിൽ ഒരു ശില്പമുണ്ട്. പാലാഴി കടയുന്ന രൂപം. കൈപ്പത്തിയിൽ താങ്ങി നിർത്തിയിരിക്കുന്നത് പോലെയാണ് പാലത്തിന്റെ രൂപകൽപ്പന. വിശാലമാണ് തടാകം. ദൃശ്യം അതിമനോഹരമാണ്. ആലിന്റെ പശ്ചാത്തലത്തിൽ ശ്രീരാമന്റെ ശില്പം മനോഹരമായി കാണുന്നു. പാലത്തിന് മുകളിലൂടെ ഞാൻ ക്ഷേത്രം ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഒരു ഗോപുരം നേരെ കാണാനാവുന്നു. മനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ക്ഷേത്രം. വലിയ തിരക്കൊന്നും കാണാനായില്ല. 4 വശവും തടാകത്താൽ ചുറ്റപ്പെട്ട ക്ഷേത്രം സുന്ദരമാണ്. ഉത്സവം കഴിഞ്ഞതിൻ്റെയോ നടക്കാൻ പോകുന്നതിൻ്റെയോ ശേഷിപ്പുകൾ. നേരെ കാണുന്നതാണ് ക്ഷേത്രം. ഞാൻ ക്ഷേത്രം ഒന്ന് വിശദമായി കാണാൻ തീരുമാനിച്ചു. നോർത്ത് ഇന്ത്യൻ ക്ഷേത്ര മാതൃകയിലാണ് നിർമ്മാണം. മനോഹരമായി ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു. കൗസല്യ ദേവിയാണ് പ്രതിഷ്ഠ. ലവകുശന്മാരെ രാജസദസ്സിന് മുമ്പിൽ പഠിപ്പിക്കുന്ന ഒരു മനോഹര ശില്പം. പല പല വർണ്ണങ്ങളിൽ സുന്ദരമാണത്. ഒരു വലിയ നന്ദിരൂപം ശിവനെ നോക്കി നിൽക്കുന്നു. അമ്മ ധൃതിയിൽ ക്ഷേത്രത്തിനുള്ളിലേക്ക്. തികഞ്ഞ ഭക്തിയിലാണ്. പ്രായമായ അമ്മയ്ക്ക് ഒരു മകനെന്ന നിലയിൽ ഇത്തരം ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം എന്നിലുണ്ട്. നന്ദിരൂപവും ശിവരൂപവും അല്പം ഉയരത്തിലായി നിർമ്മിച്ചിരിക്കുന്നു. നോർത്ത് ഇന്ത്യൻ ക്ഷേത്രങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ക്യാമറ പ്രവേശിപ്പിക്കുന്നതിന് വിലക്കില്ല. അതുപോലെ അഭിഷേകം ചെയ്യുന്നതിലും ഒക്കെ ഭക്തർക്ക് നേരിട്ട് ചെയ്യാവുന്നതാണ്. ശിഖ ഉണ്ണികൃഷ്ണൻ ക്ഷേത്രത്തെക്കുറിച്ച് ഹിന്ദിയിൽ എഴുതി വച്ചിരിക്കുന്നത് പരിഭാഷപ്പെടുത്തി പറഞ്ഞു തന്നു. ഇവിടെ ശ്രീരാമൻ പണ്ട് വനവാസത്തിന് വന്നപ്പം ഇങ്ങനെ ഈ വഴി കടന്നു പോയിട്ടുണ്ടെന്നും പിന്നെ കൗസല്യ മാതയുടെ വിശ്വത്തിൽ ഒരു അമ്പലമുള്ളൂ, അതാണ് ഈ അമ്പലം എന്നാണ് പറയപ്പെടുന്നത്. ഈ അമ്പലം ഒരു സമുദ്രത്തിൻ്റെ ഒരു നദിയുടെ നടുക്കായിട്ടാണ് ഈ അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത്. കൗസല്യയുടെ മടിയിൽ ശ്രീരാമൻ ഇരിക്കുന്നതായിട്ടൊരു ഗർഭക്ഷേത്രം ഇതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ്, നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. 1973 ഇതിൻ്റെ ജീർണോദ്ധാരം സ്വാമി ദയാനന്ദ സ്വാമി നടത്തിയതായിട്ടാണ് ഇതിനകത്ത് അവിടെ എഴുതിയിരിക്കുന്നത്. ആകെ ഒരു കൗസല്യ ടെമ്പിളേ ഉള്ളെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് വിശ്വത്തിൽ. നമ്മൾ ഛത്തീസ്ഗഡിലെ ദുർഗ് സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞ് ബിലായിൽ നിന്നും ഇത് റായ്പൂർ എത്തിക്കഴിഞ്ഞാൽ റായ്പൂരിൽ നിന്ന് 25 കിലോമീറ്ററാണിത്. 25 കിലോമീറ്റർ നമ്മൾ എയർപോർട്ട് റോഡിലൂടെ വന്നു കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് ചന്ദ്രക്കുറി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നല്ല മനോഹരമായൊരു പ്രദേശമാണ്, ഗ്രാമപ്രദേശമാണ്. എങ്കിലും അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നല്ല മനോഹരമായ വെള്ളവും പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ്. അവിടെ നമുക്ക് ഇരിക്കാൻ തോന്നും കുറേ നേരം.
നാല് ചുറ്റിനും നദിയാണ്. അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു ദർബാർ ഹാൾ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ മാതാ സുമിത്ര ഇരിപ്പുണ്ട്, മാതാ കൈകേയി, മാതാ കൗശല്യ, 3 പേരും. അതിനപ്പുറത്തായിട്ട് തന്നെ മഹർഷി വിശിഷ്ട മുനി ഇരിപ്പുണ്ട്. ദശരഥൻ നടുക്കായിട്ട് 2 സ്ത്രീകൾ അവർക്ക്. പിന്നെ ഇവിടെ ആയിട്ട് സഭാപതി, പ്രമുഖ സേനാപതി മന്ത്രി, നടുക്ക് ലക്ഷ്മൺ, രാമൻ, ലക്ഷ്മൺ, ശത്രു, ഭരത്, 4 പേരും നടുക്കിരിപ്പുണ്ട്. ഇത്രയും അവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെ സുനന്ദജി ആചാര്യൻ ഇരിപ്പുണ്ട്. ഒരു ദർബാർ ഹാൾ പോലെ കാണിച്ചിരിപ്പുണ്ട്. ये 5 कौशल था। कौशल नरेश के 5 कौशल राज्य थे और उसमें ये दक्षिण कौशल है। राजा के दक्षिण कौशल में ये माँ कौशल्या का मंदिर है और श्री राम की माता कौशल्या थी। उन्हीं का ये विश्व में ये पहला मंदिर है कौशल्या जी का, और कहीं है नहीं। വേറെ ഒന്നും ഇല്ല, ഈ ഒരൊറ്റ അമ്പലം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. और यहाँ का जो बहुत पुराना मंदिर है, अब हम लोग तो जानते नहीं, लेकिन जैसे लोग बताते हैं कि बहुत पुराना मंदिर है और वहाँ के राजा थे, उन्हीं की लड़की थी कौशल्या जी, उन्हीं के दशरथ के यहाँ शादी हुई, वहीं राम पैदा हुए, तो उन्हीं का ननिहाल है। नहीं, कौशल्या मंदिर इधर कैसे बना? कौशल्या जी इधर का ही है क्या? हाँ, इधर ही का है, इधर ही का उनके है। पिताजी का ये राज्य था। अच्छा, पिताजी का राज्य था। पिताजी का राज्य था। അച്ഛൻ്റെ പിതാജിയുടെ നാടാണിതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അവരറിയപ്പെടുന്നത്. പണ്ഡിറ്റ്ജിക്ക് അത്രയാണ് അറിയാവുന്നത്. പണ്ട് ഇങ്ങനെ കേട്ടറിഞ്ഞതാണെന്നാണ് പറയുന്നത്. അമ്മയുടെ വീടാണിതെന്നാണ് പറയുന്നത്. कौशल्या जी का ये घर है, राम का ननिहाल है। उन्हीं का ये इलाका, वो इलाका लोग, तो ये लोग कब तक था इधर? ऐसा कुछ आइडिया आपको मालूम? आइडिया, हाँ, अब बहुत पुरानी बात है। अच्छा, जब राम का मंदिर नहीं रहने पाया और राज्य नहीं रहने पाए, तो ये आप लोग कौशल्या जी का बहुत पहले से मंदिर है, उसी का है। कौशल्या के नाम से जानता है, पहले से मंदिर है। कौशल्या जी के नाम से जानता है। ये पुराना मंदिर है, बहुत पुराना मंदिर। अच्छा, तो शादी होने से पहले से इधर है, इधर ही पैदा हुआ। अब क्या हुआ, आप मैं पूरा नहीं बोल पाऊंगा, सत्य असत्य क्यों बोलूंगा? जितनी मेरी जानकारी है उतना ही बोलना है। പണ്ഡിറ്റ്ജിക്ക് അറിയാവുന്ന അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. കൗസല്യയുടെ അമ്മയുടെ വീടാണിത്. പറഞ്ഞു കേട്ടുള്ള അറിവാണ്. പണ്ട് മുതൽ ഇതുള്ള അമ്പലമാണെന്നാണ് പറയുന്നത്. ശ്രീരാമ കൃഷ്ണ ഹരേ സച്ചിദാനന്ദ ഗുരു പരമേശ ജഗദീശ ശരണം ശരണം നന്ദ സദാനന്ദ ഗുരു ശ്രീരാമ കൃഷ്ണ ഹരേ സച്ചിദാനന്ദ ഗുരു. മനോഹരമാണ് ദൃശ്യങ്ങളൊക്കെ. ത്രേതായുഗത്തിൽ നിന്നും യുഗം എത്ര കഴിഞ്ഞു? 2 യുഗങ്ങൾക്ക് മുമ്പുള്ളതെന്ന് പറയപ്പെടുന്ന സംഭവങ്ങളെ കാലമേറെ കഴിഞ്ഞ്, യുഗങ്ങളേറെ കഴിഞ്ഞ് ലോകം ഇന്ന് അനുസ്മരിക്കുന്നതിന് പിന്നിലെ ശക്തിയെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. കാര്യമെന്തായാലും ചരിത്രവും പുരാണവും ഇടകലർന്ന് കിടക്കുന്ന സംസ്കാരത്തെ തലനാരിഴ കീറി പരിശോധിക്കുക ഏറെ ശ്രമകരമാണ്. അസുരന്മാരും ദേവന്മാരും കൂടി പാലാഴി കടയും അമൃതകുംഭം എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമൃതകുംഭം കിട്ടിക്കഴിയുമ്പോൾ ഇത് വിതരണം ചെയ്യാനായിട്ട് ആരാണ് ദേവന്മാരും അസുരന്മാരും കൂടെ തർക്കിക്കും, ആരാണ് ഈ അമൃതം ആദ്യം സേവിക്കുന്നതെന്ന്. തർക്കിച്ച് കഴിയുമ്പോഴത്തേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ മോഹിനി രൂപം എടുക്കും. മോഹിനി രൂപം എടുത്ത് അമൃതം ഞാൻ വിതരണം ചെയ്യാം, എല്ലാവരും കണ്ണടച്ചിരിക്കാൻ പറയും. കണ്ണടച്ചിരിക്കാൻ പറഞ്ഞ് ദേവന്മാരും അസുരന്മാരും കണ്ണടച്ചിരിക്കും. കണ്ണടച്ചിരിക്കുമ്പോഴത്തേക്ക് അമൃതം ഇങ്ങനെ വിളമ്പി ദേവന്മാർക്കെല്ലാം കൊടുത്ത് കണ്ണടച്ചിരുന്ന് അസുരന്മാർക്ക് കൊടുക്കത്തില്ല. അതിൽ ഒരു അസുരൻ കണ്ണു തുറക്കുമ്പോഴത്തേക്ക് ഭഗവാൻ അമൃതകുംഭവും കൊണ്ട് മാറിപ്പോവും. പാലാഴി കടയുന്നത് ഇതാണ്. മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ബ്രഹ്മാവുമാണ്. പൊക്കിളിൽ നിന്ന് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്ന ഭാഗമാണ് ഈ കാണുന്നത്. മഹാവിഷ്ണു അനന്തശയനത്തിൽ കിടക്കുന്നു, മഹാലക്ഷ്മി പാദത്തിൻ്റെ അവിടെ ഇരിക്കുന്നു. ബ്രഹ്മാവ് മഹാവിഷ്ണുവിൻ്റെ പൊക്കിളിൽ നിന്ന് സൃഷ്ടി സ്ഥിതി നടത്താൻ വേണ്ടിയിട്ട് അവതരിച്ചിരിക്കുന്നു. വളരെ വൃത്തിയായി പരിപാലിച്ചിരിക്കുന്നു.
മനോഹര നിർമ്മാണം. എത്ര സമയം വേണമെങ്കിലും ഇവിടെ ഈ കുളിർക്കാറ്റേറ്റിരിക്കുവാൻ തോന്നും. അത്രയ്ക്ക് ശാന്തത. കൗസല്യ മാതാ ക്ഷേത്രത്തിന് സമീപം ഒരു ശ്രീരാം മന്ദിറുണ്ട്. ഗ്രാനൈറ്റ് പാകി മനോഹരമാക്കിയിരിക്കുന്നു. ഇനിയും ലോക ശ്രദ്ധയിലേക്ക് എത്തിയിട്ടില്ലാത്ത ഈ ക്ഷേത്രങ്ങളും പരിസരവും ദർശിക്കാനായതിലുള്ള സന്തോഷം എനിക്കുണ്ട്. നിർമ്മാണം ഇനിയും പൂർത്തിയായിട്ടില്ല. സന്ദർശകർ കുറവാണ്. വിദൂരങ്ങളിൽ നിന്ന് അറിഞ്ഞ ജനങ്ങൾ ഒറ്റപ്പെട്ട് എത്തുന്നുണ്ട്. സത്യവും മിഥ്യവും ഇടകലർന്ന് കിടക്കുന്ന സംസ്കാരത്തിൽ നിന്നും പൂർവ്വജന്മങ്ങളുടെ കഥ ചികഞ്ഞു പോകുന്നത് വൃഥാവിലാണ്. എങ്കിലും ഒരു സംസ്കാരത്തെ, തലമുറകളെ ഒക്കെ സ്വാധീനിക്കുന്ന ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. ക്ഷേത്ര നിർമ്മിതി മനോഹരമാണ്. അത് പറയാതിരിക്കാനാവില്ല. കൂവളമാണ് ഈ കാണുന്നത്. തിരികെ മടങ്ങുകയാണ്. വിദൂരതയിൽ നിന്നും ശംഖനാദം ഉയരുന്നുണ്ടോ? കുതിരക്കുളമ്പടികൾ കേൾക്കുന്നുണ്ടോ? ആകാശത്ത് ഗരുഡൻ വട്ടമിട്ട് പറക്കുന്നുണ്ടോ? യുഗങ്ങളുടെ ശേഷിപ്പുകൾ എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ മനസ്സ് ആ കാലഘട്ടങ്ങളിലേക്ക് അറിയാതെ കടന്നു പോവും. ജീവിതം ഒരു ചക്രമാണെങ്കിൽ ഒരുപക്ഷെ ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലുമൊക്കെ എത്രയോ ജന്മജന്മാന്തരങ്ങളിലൂടെ ഞാനും കടന്നു പോയിരിക്കാം.